ഭാഷകാർ പുറത്തേക്ക് വരികയാണ്. അവരുടെ പ്രതികരണം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഈ ഘട്ടത്തിൽ രാംപിള്ള സാറായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. ഏത് സാഹചര്യത്തിലായിരുന്നു ജാമ്യം പൂർണ്ണമായിട്ട് നിഷേധിക്കപ്പെടേണ്ടി വന്നത്? ഓർഡർ പഠിക്കണം, ഓർഡർ പഠിച്ചിട്ടില്ല. അല്ല, ഇന്നിപ്പോ ഈ ആശുപത്രിയിൽ ഇപ്പൊ എന്തൊരു ശാരീരിക അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ടല്ലോ, ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ആവശ്യമില്ല. അത് ആശുപത്രിയിലെ ഡോക്ടറും അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടും തീരുമാനിക്കണം. നമ്മളിപ്പോ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒന്നുമില്ല, അത് ദേ വിൽ ടേക്ക് കെയർ. അതിനകത്തൊന്നും നമ്മുടെ ഒരു ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. ഏത് ജയിലിലേക്കാണ് മാറ്റുന്നത്? സബ് ജയിൽ എറണാകുളമായിരിക്കും. സബ് ജയിലിൽ നമ്മൾ പ്രത്യേകം ജില്ലാ ജയിലിലേക്ക് മാറ്റമൊന്നുമില്ല. അത്തരത്തിലുള്ള ആവശ്യമില്ല വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. സബ് ജയിലിലേക്ക് തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. മെഡിക്കൽ ആവശ്യമായിട്ട് എവിടെയാണ് കൊണ്ടുപോകുന്നത്? മെഡിക്കൽ അറിയില്ല, അതെല്ലാം അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ, നമ്മുടെ കയ്യിലല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ. പ്രധാനമായി വാദങ്ങൾ ഉന്നയിച്ചിരുന്നത് ജാമ്യത്തിരിക്കാവുന്ന കേസാണ് എന്ന് തന്നെയല്ലേ പ്രധാനമായി വാദിച്ചിരുന്നത്? തീർച്ചയാണ്. അല്ലെ, നമ്മൾ ആ ഓർഡർ പഠിച്ചാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ. നമ്മൾ ഈ ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നോ ഇതിന് മുന്നോട്ട് പോയിരുന്നത്? ഞാൻ വളരെ ഒരു ശുഭാപ്തി വിശ്വാസിയാണ്, എന്നും ശുഭാപ്തി വിശ്വാസിയാണ്. അതല്ല സാറേ, ഈ പ്രോസിക്യൂഷൻ പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം കൊടുക്കരുത്, അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഓർഡർ പഠിക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ കാര്യമാണ്. പഠിക്കട്ടെ, ഓർഡർ പഠിച്ചതിന് ശേഷം അപ്പീലല്ല, നാളെ നമ്മൾ ജില്ലാ കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. ഹൈക്കോടതിയിലല്ല, അത് രാംപിള്ള സാറാണ് തീരുമാനിക്കേണ്ടത്. രാംപിള്ള സാർ സീനിയേഴ്സുമായിട്ട് ആലോചിച്ചതിന് ശേഷം നമ്മൾ തീരുമാനിക്കും. അല്ല, അത് സാറുമായിട്ട് ആലോചിച്ചതിന് ശേഷം തീരുമാനിക്കും. പ്രതിഭാവകം അഭിഭാഷകനാണ്. ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്ന് പറയുന്നു. പ്രത്യേക ഒരു പരിഗണനയുടെ ആവശ്യമില്ലല്ലോ. പ്രത്യേക പരിഗണനയുടെ ആവശ്യമില്ല. അദ്ദേഹം ഏതെങ്കിലും സമയത്ത് ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചിരുന്നു സാർ? പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണമാണ് കേട്ടത്. ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ നാളെ മൂവ് ചെയ്യും എന്ന് പറയുന്നു. മറ്റ് തുടർ നടപടികൾ എന്ത് വേണം എന്നതുള്ളത് അഭിഭാഷകനോട് ആലോചിച്ച് അഡ്വക്കേറ്റ് രാമൻ പിള്ളയോട് ആലോചിച്ച് ചെയ്യും എന്ന് കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്താണ് കോടതിയിൽ സംഭവിച്ചത്, എന്തുകൊണ്ട് ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ അത് ഈ വിധി പ്രസ്താവത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്നതാണ് പറയുന്നത്. എന്തായാലും ജാമ്യം ലഭിക്കാൻ മേൽക്കോടതിയെ സമീപിക്കും നാളെ തന്നെ എന്നത് ഉറപ്പാവുകയാണ്. കോടതിയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യമുണ്ടായ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതൊക്കെ അതിന്റെ സാഹചര്യം നോക്കി ഡോക്ടർമാർ പരിശോധിച്ച് എന്താണ് വേണ്ടത് എന്നത് ചെയ്യട്ടെ എന്നത് പറയുന്നു. സബ് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്ന ഒരു പ്രതീക്ഷയാണ് പ്രതിഭാഗം അഭിഭാഷകൻ പങ്കുവെക്കുന്നത്. ജയിലിൽ എന്തെങ്കിലും പ്രത്യേക സൗകര്യങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന തരത്തിൽ പ്രതികരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂർ അഴിക്കുള്ളിലേക്ക് പോകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 2 ആണ് ജാമ്യാപേക്ഷ തള്ളി 14 ദിവസത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. റിമാൻഡ്